ശാന്തതയാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ചെടികളുടെയും ഒക്കെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തണം. നിങ്ങളങ്ങനെയാണോ? തിരക്കിലൊക്കെ അകപ്പെട്ടു പോയി നിങ്ങൾ ചിലപ്പോൾ നമ്മളെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുക, ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റിയിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് വേണ്ടി ഉള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനും, കുറച്ച് സമയം യോഗ ചെയ്യാനും, അതുപോലെ കുറച്ച് സമയം നമ്മൾ നടക്കാനും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോകുന്നവരാണ് ജിമ്മിൽ പോവുക. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ടൈം കണ്ടെത്തുന്നത് നല്ല കേട്ടോ. ചിലർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു സെൽഫ് ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറി മേടിക്കുകയാണ് കേട്ടോ. അതായത് ഇതെല്ലാം നല്ല കളർഫുൾ വെജീസ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ്. അതായത് കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാരറ്റ്, അതുപോലെ ബീറ്റ്റൂട്ട്, ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ ഹെൽത്തിന് ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ വൈറ്റമിൻസിൻ്റെ ഒക്കെ കലവറയാണ്. അതുപോലെ ഇപ്പം കൂടുതൽ പേരും കുട്ടികളായാലും അവർക്ക് ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഒത്തിരി മടിയാണ്. അങ്ങനെ ഒരിക്കലും ശീലിപ്പിക്കരുത് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും മാക്സിമം നമ്മുടെ ഡയറ്റിൽ വെജീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്യുക. വെജീസ് എപ്പോഴും അല്ല, പറ്റുന്നിടത്തോളം തന്നെ സാലഡ്സ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ ചെടികളുടെ കൂടെയൊക്കെ ഗാർഡനിങ്ങിൽ നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ ചിലർ എന്തിനാണ് ഇതിനൊക്കെ സമയം കളയുന്നത്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമയം കണ്ടെത്തുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നമ്മൾ മാക്സിമം ചെടികളുടെ കൂടെ ഒരു ശാന്തത ആഗ്രഹിക്കത്തില്ലേ, കിളികളുടെ ശബ്ദം, ഇതൊക്കെ നേച്ചറിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് എപ്പോഴും അങ്ങ് തിരക്കിലകപ്പെട്ടു പോകാതെ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുക, ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും കൂടി അതായത് നമ്മളുടെ മനസ്സും ഒന്ന് തണുക്കുന്നത് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ കൂടുതൽ നേച്ചറിലേക്ക് ഇറങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഈ തിരക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഒക്കെ വന്ന ഈ ഒരു ജനറേഷനിൽ നമ്മൾ അങ്ങനെ അകന്നു പോകാതെ നമ്മൾ പഴയ രീതിയിലേക്ക് വരിക. ആഹാരത്തിലാണെങ്കിലും നമ്മൾ പഴയ കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ നമ്മൾ ഈ കപ്പ, കാച്ചിൽ, ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് കൂടി അറിയാത്ത ഒരു ജനറേഷനിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കപ്പയും, കപ്പ പുഴുങ്ങിയതും, ചെണ്ടൻ കപ്പ എന്നൊക്കെ ചിലരെടുത്ത് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ പറയുന്ന കപ്പയെന്ന് തന്നെ. ഇത് പഴയ ചോറായിരുന്നു കേട്ടോ, അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ ഈ കപ്പയും മുളകും ഉള്ളിയും എല്ലാം കൂടെ ചതച്ചതും ഫിഷ് കറിയും കൂടെ ഉള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അത് കഴിച്ചതിന് ശേഷം ഒരു ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫ് ഒത്തിരി അങ്ങ് യാന്ത്രികമായി പോകാതെ നമ്മുടെ ലൈഫിനെ നമുക്ക് മാത്രമേ പറ്റൂ. എങ്ങനെ ജീവിക്കണം, നമുക്ക് ഏത് ലൈഫാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതല്ലേ. പലരും ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് അവർ ജീവിക്കാൻ മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ആയിപ്പോകാതെ നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരിങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാതെ നമ്മളിലേക്ക് വരിക. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഏത് ലൈഫാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യുക. അങ്ങനെ
എപ്പോഴും നമ്മൾ ചെടികളും ഒക്കെ ഇഷ്ടമാണെങ്കിലും പലർക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യം ഓർക്കുമ്പോൾ എല്ലാവരും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറും. പക്ഷേ ഇപ്പം പഴയതുപോലെയല്ലേ, കൂടുതലും നല്ല ചെടികളും നല്ല പൂക്കളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ഇപ്പം ഗാർഡനിങ്ങിലേക്ക് ഒത്തിരി പേര് നല്ല ഇഷ്ടത്തോടെ പാഷനോടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഗാർഡനൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സമാധാനവും സന്തോഷവും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ എന്തോ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ നേരം നമുക്ക് ഈ ടെൻഷനൊക്കെ മാറി കുറച്ചൊരു പീസ്ഫുൾ ഇത് കിട്ടും. പലരും സമാധാനത്തിന് വേണ്ടി തേടി നമ്മുടെ ചുറ്റുമുള്ള സമാധാനം കണ്ടുപിടിക്കാതെ സമാധാനത്തിന് വേണ്ടി വേറെ എവിടെയോ ഒക്കെ പോയി ഒരു ഒയാസിസ് എന്ന് പറയുന്ന കണക്ക് തന്നെ മറ്റെവിടെയോ ചെന്ന് സമാധാനം തേടി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരിക്കലും അതൊരു യാഥാർത്ഥ്യമല്ല കേട്ടോ. സമാധാനം നമ്മൾ തേടി പോകേണ്ടതല്ല. നമ്മളെവിടെയാണോ ഉള്ളത് അവിടെയാണ് സമാധാനം നമ്മൾ കണ്ടെത്തുന്നത്. അതാണ് ശരിക്കുമുള്ളൊരു സമാധാനം എന്ന് പറയുന്നത്. എവർ ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഉള്ളിലൊരു സമാധാനം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴേ ചെടികൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വളമാണ് കേട്ടോ. ഓർക്കിഡ് ബ്ലൂം എന്നും പറഞ്ഞുകൊണ്ട് ഓർക്കിഡ്സിന് പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അന്നേരം അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഈ ബൊഗൈൻവില്ലയ്ക്കും എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും നല്ലൊരു വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ, പീൽസ്, അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ചെയ്യാം. ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ എപ്പോഴും നന്നായിട്ട് അതിൻ്റെ ആ പീലെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടങ്ങ് പുളിപ്പിച്ചതിന് ശേഷം അതെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ എല്ലാ ചുവട്ടിൽ, അതായത് ഒരു 5 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരിക്കലും കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണ്, അതായത് നമ്മൾ നടുന്നത് മേ ബി ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആണെങ്കിൽ നമ്മൾ ഈ കട്ടിയുള്ള ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ മണ്ണങ്ങ് ഈ ഒന്നുകൂടെ ചൂടും കൂടെ ആകാൻ പോലെ, അപ്പോൾ കഞ്ഞിവെള്ളം ഒന്നുകൂടി സ്റ്റാർച്ച് ചെയ്യല്ലേ. അന്നേരം ഈ മണ്ണ് പെട്ടെന്ന് കയറി കട്ട പിടിച്ചിട്ട് ഈ ചെടികളുടെ വേരൊക്കെ അങ്ങ് ലോക്കായി പോകും. അതിന് വളരാനും അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ ഈ മണ്ണ് കല്ല് പോലെ ആയിപ്പോവും. അന്നേരം അങ്ങനെ വരാതെ നമ്മൾ ഒരിക്കലും അത്രയും കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒന്നും കൊണ്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കില്ല. അഥവാ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ 5 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊരു നല്ല ഫെർട്ടിലൈസറാണ്. അത് നമ്മൾ എത്ര പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലത് കേട്ടോ. അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ അതായത് സൂക്ഷ്മ മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ മണ്ണിൻ്റെ ആ ജൈവികത, അതായത് നാച്ചുറൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും സഹായിക്കുന്നതാണ്. ഒരിക്കലും അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും മണ്ണ് നല്ല ഫലപുഷ്ടമുള്ളതാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെപ്പോഴും എടുക്കുന്ന പോട്ടിംഗ് മിക്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടിംഗ് മിക്സ് ഏറ്റവും നന്നായിട്ട് അതിൽ മണ്ണ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കൊക്കോപ്പിറ്റും അതുപോലെ തന്നെ മണലും ചേർത്ത്, പിന്നെ ആവശ്യത്തിന് വേണ്ട കുറച്ച് വളങ്ങളുടെ കൂട്ടത്തിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മണ്ണാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. അതാകുമ്പം ചെടികൾക്ക് വേരോടാനും അതുപോലെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ഒരു മണ്ണാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അതാണ്, അതായത് ഒന്നാമത്തെ കാര്യം ചെടിയുടെ വേര്, അല്ലെങ്കിൽ പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറികളുടെ വേര് നല്ല രീതിയിൽ ഓടുന്ന തരത്തിലുള്ള ഒരു പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അതിൻ്റെ വേര് നല്ലപോലെ ഓടുകയും ചെയ്യും, നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ചെടികൾക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പച്ചക്കറിയാണെങ്കിലും ചെടികളാണെങ്കിലും നടുമ്പോൾ ഈ പോട്ടിംഗ് മിക്സ് നന്നായിരിക്കണം. അതുപോലെ തന്നെ വെയിൽ കിട്ടുന്ന ഒരു പ്രദേശത്തായിരിക്കണം. ഒരിക്കലും ഈ നമ്മൾ പറയുക ചൂടലുള്ള സ്ഥലമാണെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ വെക്കാതിരിക്കുക ചെടികൾ അല്ലെങ്കിൽ ഷെയ്ഡ് ഇഷ്ടമുള്ള ചെടികളാണെങ്കിൽ കൊണ്ട് നമ്മൾ തണലത്ത് വെക്കാം. അല്ലാത്തത് മാക്സിമം നമ്മൾ ഒരു വെയിലത്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയൊക്കെ എന്നാലും
പലപ്പോഴും നമ്മൾ ചെടിയും ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെസ്റ്റ് ഇൻസെക്റ്റിൻ്റെ അറ്റാക്കാണ്. അതായത് ഇൻസെക്റ്റുകൾ ധാരാളം, അതായത് മിലി ബഗ്സ്, അതുപോലെ തന്നെ വെള്ളീച്ച ശല്യം, അങ്ങനെ ഒത്തിരി, അതായത് ഈ നമ്മുടെ ഈ ഉണ്ടാകുന്നതൊക്കെ പലപ്പോഴും അങ്ങ് മുരടിച്ചു പോകാനും ഒക്കെ ഇടയാവും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും പ്ലാവ് ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നല്ല രീതിയിൽ കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല പോലെ കായ്ക്കും കേട്ടോ. നല്ല കായ്ഫലം ഉണ്ടാകാൻ അത് നല്ലൊരു വളമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നല്ലപോലെ നനച്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും, നല്ലപോലെ കായ്ക്കാനും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നല്ല തണുപ്പ് കിട്ടണം. അതായത് നമ്മൾ കരിയിലയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിന്, അതായത് ചെടിക്കൊരു ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഈ വെയിലത്ത് ഭയങ്കരമായ ചൂടല്ലേ, ചൂടത്തെല്ലാം ഉണങ്ങിപ്പോൾ. അതുകൊണ്ട് അത് ചുവട് ഭാഗത്ത് നല്ല രീതിയിൽ നമ്മൾ പുതയിട്ട് കൊടുക്കുക. അത് ചട്ടിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പം ബൊഗൈൻവില്ലയൊക്കെ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. ബൊഗൈൻവില്ല ഒരു സീസണാണല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മുടെ ഉണ്ടമുളകാണ്, അതായത് വേറെ എന്തോ പേരുണ്ട് ഇതിന്, പക്ഷേ നല്ല ഭയങ്കര എരിയുള്ളൊരു ടൈപ്പ് മുളക്. എരി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.